തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. അശോക് കർത്ത അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചില ചുമതലകൾ നിർവഹിച്ച ശേഷം തിരിച്ചെത്തിയിരിക്കുകയാണ്. സ്വാഗതം അശോക്. അപ്പൊ ഇന്ന് ഞങ്ങള് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഭരണ പ്രതിപക്ഷ അല്ലെങ്കിൽ ഭരിക്കുന്നവർ എന്ത് പ്രൊജക്റ്റ് ചെയ്താലും അതിന് ക്രെഡിറ്റ് എടുത്ത് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. പലപ്പോഴും അപഹാസ്യരായിരുന്നു. അതായത് വിഴിഞ്ഞത്തിന്റെ കാര്യമെടുത്താൽ ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച് പിണറായി വിജയൻ സർക്കാർ പൂർത്തീകരിച്ച് അതിൻ്റെ സാങ്ഷൻസ് ഒക്കെ സെൻട്രൽ കൊടുത്തു എന്ന് പറഞ്ഞ എല്ലാവരും കൂടെ ഫ്ലക്സ് വെച്ച് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും വലിയ വികസനം നമ്മുടെ റോഡുകളാണ് എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ കുറെ നാൾ അവകാശവാദം ചെയ്തിരുന്നു. ഇപ്പോൾ ആ ദേശീയപാത, അതായത് സർക്കാർ സ്ഥലമെടുത്തു കൊടുത്ത് സംസ്ഥാന സർക്കാർ സ്ഥലമെടുത്തു കൊടുത്ത് കേന്ദ്ര സർക്കാർ പൈസ ചെലവാക്കി നിർമ്മിച്ച ദേശീയപാത, അതും ഞാൻ ദേശീയപാതയെ പറ്റി പറയുമ്പോൾ ഒന്ന് പറയട്ടെ, കേരളത്തിലാണ് അവസാനമായി ദേശീയപാത ഇങ്ങനെ വരുന്നത്. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും തെക്കേ ഇന്ത്യയിൽ ഉൾപ്പെടെ ദേശീയപാതകൾ വർഷങ്ങളായിട്ട് ഇതുപോലെ 6 വരി പാതകൾ ഉണ്ട്. അവിടെ ആൾക്കാർ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ബോംബെ പോകുന്നവരെ കാർ വഴി പോകാൻ തുടങ്ങിയിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ റോഡ് അത്ര നല്ലതാണ്. അപ്പൊ ഇത് ആദ്യമായി കേരളത്തിൽ വരുന്നു ഇത്രയും വർഷത്തിന് ശേഷം. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയുന്നില്ല, അത് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തൊക്കെയാണ് കാരണങ്ങൾ. അപ്പോൾ ഈ ക്രെഡിറ്റ് എടുക്കുക എന്നുള്ള ഈ ഒരു പുതിയ രാഷ്ട്രീയ ശൈലി എത്രത്തോളം നല്ലതാണ്, അപഹാസ്യമാണ്. എന്നെ സംബന്ധിച്ചോളം അത് അപഹാസ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ സർക്കാരുകളൊക്കെ നമ്മളെ തിരഞ്ഞെടുത്ത് അധികാരം കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ എന്നിട്ട് ഞങ്ങൾ ഇത് ചെയ്തതെന്ന് പറഞ്ഞ് പെരുമ്പറ അടിക്കുമ്പോൾ അശോക്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതൊരു പൊളിറ്റിക്കൽ ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് നമ്മളെ ഇപ്പൊ പാത നിർമ്മിക്കാനുള്ള തീരുമാനമായി, അത് മുന്നോട്ട് പോയി, പല റീച്ചുകളുടെയും നിർമ്മാണം പൂർത്തിയായി. ഈ സന്ദർഭത്തിലാണ് ഒരു എറർ അതിൻ്റെ അകത്ത് സംഭവിച്ചത്. എറർ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അതൊരു ടെക്നിക്കൽ എററാണ്. അത് എപ്പോഴും ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. ഒരു സാധനമാണ്. അത് സ്വാഭാവികം. അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അകത്ത് ചില തകരാറുകൾ, ദൗർബല്യങ്ങളൊക്കെ സംഭവിക്കാനിടയുണ്ട്. അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് തികച്ചും അതൊരു എഞ്ചിനീയറിംഗിന്റെ അല്ലെങ്കിൽ അതിൻ്റെ അത് നിർമ്മിക്കുന്ന സ്ഥാപനത്തിന്റെ ഒരു ചുമതലയപ്പെട്ട കാര്യമാണ്. പക്ഷെ കേരളത്തിലെ സ്ഥിതി അങ്ങനെയല്ല. കേരളത്തിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ ആ കോൺഷ്യസ്നെസ് വർക്ക് ചെയ്യുന്ന ആ വിധത്തിലല്ല. കേരളത്തിലെ ജനങ്ങളുടെ ഒരു ധാരണ എന്ന് പറയുന്നത് വളരെ സ്ക്വയർ ആയിട്ടുള്ള മെന്റാലിറ്റിയാണ്. അതായത് എല്ലാം പെർഫെക്റ്റ് ആണെന്നാണ് മലയാളിയുടെ. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടക്കണം, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള സങ്കല്പം എല്ലാം പെർഫെക്റ്റ് ആണ്. അതിന് തക്കതായ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഒരു മലയാളിക്കും ഇല്ല. ഇപ്പം ദേശീയപാത മലപ്പായസമായിട്ട് കഴിക്കാനാണെങ്കിൽ എല്ലാവർക്കും വളരെ എളുപ്പമാണ്. പക്ഷെ അതിൻ്റെ അകത്ത് കല്ലിടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാനോ അതിൻ്റെ എന്താണ് പ്രശ്നം എന്ന് കണ്ടെത്തുക, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിൽക്കുകയില്ല. ഇപ്പൊ കേരളത്തിന് പുറത്ത് ഇതുപോലൊരു ദേശീയപാതയിൽ അപകടം ഉണ്ടാകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനങ്ങൾ ഇതുപോലെ ചക്കയുടെ പുറത്ത് ചേർക്കുന്ന പോലെ ആർക്കത്തില്ല. ഈ കൊങ്കൺ റെയിൽവേയുടെ അതിനൊരു കാരണം, ഈ ഇഷ്യൂ ആകാനുള്ള കാരണം ആവശ്യമില്ലാതെ ഉള്ള പൊളിറ്റിക്കൽ ക്രെഡിറ്റ് ടേക്കിംഗ് ഇല്ലേ? അത് BJP-യുടെ വകയാണേലും ഭരിക്കുന്ന പാർട്ടി, അതായത് ഇടതുപക്ഷത്തിന്റെ വകയാണേലും. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ മൂന്നാമത് നിൽക്കുന്ന കോൺഗ്രസ് ഇതിനെ കൊഞ്ചനം കാണിക്കുന്നു എന്നല്ലേ പറയേണ്ടി വരുന്നത്? ഇതിന്റെ പൊളിറ്റിക്കൽ ക്രെഡിറ്റ് ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കൽ നെഗറ്റിവിറ്റി ഉണ്ടാക്കാനൊക്കെ ഉള്ള രാഷ്ട്രീയക്കാർക്ക് അവസരം കൊടുക്കുന്ന ഇവിടുത്തെ ജനങ്ങളുടെ ദൗർബല്യമാണ്. ജനത്തിന് വേറെ ഒരു പണിയില്ല. അവര് ആകപ്പാടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന
പരിപാടി എന്ന് പറയുന്നത് മാധ്യമങ്ങള് കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് സങ്കല്പങ്ങളൊക്കെ ഉണ്ടാക്കി അതിനനുസരിച്ച് പ്രതികരിക്കുക എന്നുള്ളതാണ്. 6 മാസത്തേക്ക് ഇത്തരം എന്താണ് ഒരു ഇതിനൊക്കെ ഒരു തരം കർട്ടൻ ഇടാമെങ്കിൽ ഈ വിധ പ്രശ്നങ്ങളൊക്കെ തീരും. ഞാൻ പറഞ്ഞു വന്നത് അവിടെ അല്ല. ഈ കൊങ്കൺ റെയിൽപാത ഉണ്ടാക്കിയിരുന്ന സമയത്ത് അതിന്റെ വശം ഇടുകയും കൊങ്കൺ റെയിൽവേയിലുള്ള യാത്ര മൺസൂൺ സീസൺ ആകുമ്പോൾ 3 മണിക്കൂറൊക്കെ അത് ലേറ്റ് ആകുകയും ചെയ്യുന്നു. അതായത് അത്ര കോഷ്യസ് ആയിട്ടാണ് ഓടിക്കേണ്ടി വന്നത്. അത് കൊങ്കൺ പാത ചെയ്യുന്ന സമയത്ത് ഈ ശ്രീധരനാണ് അതിന്റെ പ്രോജക്ട് മാനേജർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ആള്. അദ്ദേഹത്തിന്റെ അടുത്ത് ടെക്നിക്കലി പല ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞതാണ് അതിന്റെ മല ചെത്തിയിട്ടാണ് നമ്മൾ സൈഡ് ചെയ്യുന്നത്, ആ സ്ഥലം അവിടെ നെറ്റ് ചെയ്യണം. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹം ഇത് പ്രോജക്റ്റ് പൂർത്തിയാക്കുക എന്നുള്ള ഒറ്റ കൺസേണില് ആ ഒരു ടെക്നിക്കൽ ആസ്പെക്ട് അന്നേരം ഉപേക്ഷിച്ചു. ഇപ്പം കൊങ്കൺ പാതയില് അധികം ലേറ്റ് വരുന്നില്ല. അതെന്ന് പറയുന്ന ഒരു സാങ്കേതിക വിഷയമാണ്. പക്ഷെ മലയാളി ഇതിനെ കാണുന്നത് സാങ്കേതികമായിട്ടുള്ള വൈകാരിക വിഷയമായിട്ട് എടുത്തു വെച്ച് കാണും. അതിനൊരു കാരണം ഇതല്ലേ, അതായത് ഒരു യങ് യുവാവായ PWD മിനിസ്റ്റർ അവിടെ നടന്ന് റീൽസ് എടുത്ത് ആൾക്കാരെ പ്രലോഭിപ്പിക്കുമ്പോൾ രാഷ്ട്രീയ എതിരാളികൾ അതിനെ കൊഞ്ഞനം കുത്തുന്നു. അത് എന്നുള്ള ഒരു വാസ്തവമാണ്. കേരളത്തിലെ PWD മിനിസ്റ്ററെ പറ്റി എനിക്ക് ഒരു അഭിപ്രായം ഇപ്പൊ തൽക്കാലം പറയാനില്ല. കാരണം അദ്ദേഹത്തിന്റെ വകുപ്പില് എന്ന് പറയുന്നത് അത് ഏറ്റവും ഒരു പ്രാകൃതമായ വകുപ്പാണ് കേരള PWD എന്ന് പറയുന്നത്. താങ്കൾക്കത് നോക്കിയാൽ മനസ്സിലാകാവുന്ന PWD കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന കൺസ്ട്രക്ഷനുകൾ പോയി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആരായാലും കാറിത്തുപ്പും. അത്രയ്ക്ക് വികൃതമായ സാങ്കേതികത്വവും കലാമേന്മ ഇല്ലാത്തതുമായ സംവിധാനം ചെയ്യുന്ന ടിപ്പിക്കൽ ബ്യൂറോക്രാറ്റുകൾ മാത്രം ഇരിക്കുന്ന, പണി അറിയാൻ വയ്യാത്ത, എഞ്ചിനീയറിംഗിന്റെ ABC അറിയാൻ വയ്യാത്ത ചേട്ടന്മാരുടെ ഒരു സംഘടനയാണ് ഈ PWD എന്ന് പറയുന്നത്. എത്രയും പെട്ടെന്ന് അതിനെ പിരിച്ചുവിടുക എന്നുള്ളതാണ് ആ മന്ത്രി ചെയ്യേണ്ട ഏറ്റവും വലിയ അത്യന്താപേക്ഷിതമായ കാര്യം. പക്ഷെ നമ്മുടെ മിനിസ്റ്റർമാർക്കും രാഷ്ട്രീയക്കാർക്കും ഉള്ള ഒരു സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ദൗർബല്യങ്ങളെ തങ്ങളുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുക എന്നുള്ളതുകൊണ്ട് അതാണ് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ദേശീയപാതയുടെ കാര്യം വന്നു കഴിഞ്ഞപ്പോൾ നേരത്തെ വലിയ തർക്കമായിരുന്നു. സുരേന്ദ്രനും മുരളീധരനും ഒക്കെ പറഞ്ഞത് ഇത് ഞങ്ങൾ BJP-ക്കാരുടെ പാതയാണ്. അപ്പം എതിർഭാഗത്ത് അതിനുള്ള എതിർ ന്യായങ്ങളുമായിട്ട് PWD മിനിസ്റ്റർ വരുന്നു. എന്നാൽ ഇവരെ ഇരു വിഭാഗവും മനസ്സിലാക്കാൻ ജനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതറിയാം. ഈ പാത നിർമ്മിക്കുന്ന, ദേശീയപാത നിർമ്മിക്കുന്ന ദേശീയ പാത അതോറിറ്റിയാണ്. ഗവൺമെന്റ് അതിന് വേണ്ട ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രാഥമികമായ ചുമതല. നമ്മളെ സംബന്ധിച്ചുള്ള അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്ഥലം ഏറ്റെടുത്തു കൊടുക്കുക എന്നുള്ളതാണ് ദേശീയപാതയില് ഈ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. അത് പാത നിർമ്മിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ലിമിറ്റഡ് NHAI ആണ് നിർമ്മിക്കുന്നത്, പാത നിർമ്മിക്കുന്നത്. പക്ഷേ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഈ വിഷയം എന്താണ്, കേരള മലയാളികളെ ആയ ദുർബല മാനസ്കർ, അതായത് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ഉള്ള ഒരു മാനസിക രോഗമുള്ള അവരെ സംബന്ധിച്ചൊന്നും അക്സെപ്റ്റബിൾ അല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ബാക്കിയുള്ളവരെല്ലാവരും പെർഫെക്റ്റ് ആയിരിക്കണം, നമ്മൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇപ്പൊ ദേശീയപാത, ഇപ്പം പാത ഇടിഞ്ഞു കഴിഞ്ഞപ്പോൾ ദേശീയപാത അതോറിറ്റി വളരെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള ആർഗ്യുമെന്റുമായിട്ടാണ് പൊതുജനവും മാധ്യമങ്ങളും എല്ലാം ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ അവര് മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് ഒരു വീട് വെക്കുമ്പോൾ പോലും ഉണ്ടാകാവുന്ന കാഷ്വാലിറ്റികളെ പറ്റി അതുപോലെ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ പലപ്പോഴും തട്ടടിക്കുമ്പോ ചില തട്ടുകളൊക്കെ വീണ് പോയെന്നിരിക്കും, പക്ഷെ അത് സമ്മതിക്കത്തില്ല. അപ്പൊ ഈ പറയുന്ന മലയാളി ഉടൻ തന്നെ അജിറ്റേറ്റഡ് ആവുകയാണ്. പാത എന്തിനാണ് തകർന്നത്? പാത തകരും, അന്നേരം
ഇത് വളരെ മനസ്സിലാക്കിയിട്ട് ഈ ദേശീയപാത അതോറിറ്റിയുടെ എഞ്ചിനീയർമാർ അല്ലെങ്കിൽ വക്താക്കൾ വളരെ ബുദ്ധിപൂർവമായൊരു മറുപടി ഇതിൻ്റെ അകത്ത് പറഞ്ഞു. കേരളത്തിന് പുറത്ത് ഞങ്ങൾ പാത നിർമ്മിച്ചെടുത്തൊട്ടും ഇങ്ങനെ പാത എതിർത്ത് വീണിട്ടില്ല, അല്ലെങ്കിൽ നിരക്കി പോയിട്ടില്ല. അതെന്ന് പറയുന്നത് ഇവിടുത്തെ മലയാളി വാർത്താ മോങ്കേഴ്സിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു വാചകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊരു ടെക്നിക്കൽ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ഉത്തരവല്ല. ഈ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് അവരുടെ അടുത്തൊക്കെ ചോദ്യം ചോദിക്കാനുള്ളൂ. പാത ഉണ്ടാക്കുന്നതിന് മുമ്പല്ലേ നിങ്ങൾ മണ്ണിന്റെ ബലം പരിശോധിക്കേണ്ടത്, മണ്ണിന്റെ ടെക്നോളജിയും ഇതൊക്കെ. ഞാൻ പറയുന്നത് ഇതുപോലെ ദേശീയമായിട്ടുള്ള മേജർ പ്രൊജക്ടുകളെ ഇപ്പൊ വിഴിഞ്ഞന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടു, ക്രെഡിറ്റ് ടേക്കിംഗ്. ഓക്കെ, ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് മൂലയ്ക്ക് ആദ്യമേ പോയിരിക്കുന്നത് നമ്മൾ കണ്ടു, എല്ലാവരും ചിരിച്ചു. അപ്പൊ അതുപോലെ തന്നെ അല്ലെ ഇവിടെ PWD മിനിസ്റ്റർക്ക് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം അവിടെ മൂലയ്ക്ക് പോയി നേരത്തെ റീൽസ് എടുത്തു, അതിന്റെ പേരിൽ ഇപ്പോൾ ആൾക്കാർ ചിരിക്കുന്നു. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ സർക്കാരുകളെ, ദേശീയ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളെ നമ്മൾ എലക്ട് ചെയ്ത് അവിടെ വെച്ചേക്കുന്നത്, അധികാരം കൊടുത്തേക്കുന്നത് അവരെ കൊണ്ട് രാജ്യത്തിന്റെ ഇതുപോലെയുള്ള പ്രൊജക്ടുകൾ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ അത് ഞങ്ങൾ ജോലി ചെയ്തെന്ന് പറഞ്ഞ് തമ്പേറടിക്കുന്നത് എന്ത് ന്യായമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അതെ, ഈ രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ കേരളത്തിലെ ജനങ്ങളുടെ പ്രധാനമായ പ്രശ്നം അവർക്ക് പണി ഇല്ല എന്നുള്ളതാണ്. പണി എന്ന് ഞാൻ പറയുന്നത് അവർക്ക് എൻഗേജ്മെന്റ് ഇല്ല, കൂടുതൽ ലിഷർലി ടൈമാണ്. മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മന്ത്രിക്ക് ലിഷർ ടൈം ഉള്ളത് കൊണ്ടാണ് റീൽ എടുക്കാൻ പറ്റുന്നതും ഓടി നടക്കാൻ പറ്റുന്നതും പിന്നെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ സദസ്സിലേക്ക് നോക്കി നിങ്ങൾ ക്യാമറ അവിടെ പിടിക്കൂ എന്നൊക്കെ പറയാൻ പറ്റുന്നത്. പണിയുള്ള ഒരാൾക്കും ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. PWDയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അവർക്ക് പണി ചെയ്യാൻ അറിയത്തില്ല, അവർക്ക് പണിയുമില്ല. അതാണ് അതിൻ്റെ സംഭവം. പിന്നീട് ഈ ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും അഭിമാനം പിടിക്കുന്ന മലയാളിയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഈ ഓരോ മലയാളികളുടെ ഉള്ളിൽ ഓരോ ജന്മി കിടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പഴയ ജന്മിത്വത്തിന്റെ കാലത്ത് ഇപ്പം വയലിലെ കൃഷിയൊക്കെ നടന്നു കഴിയുമ്പോൾ നെല്ലൊക്കെ ഇങ്ങനെ കൊലച്ച് കതിരൊക്കെ ഇങ്ങനെ നല്ല സ്വർണം പോലെ തിളങ്ങുന്ന കതിരൊക്കെ നിൽക്കുമ്പോൾ കാര്യസ്ഥൻ വരമ്പേ കൂടെ വന്നിട്ട് അല്ലെങ്കിൽ അടുത്ത കലിക്ക് പോയെന്നിട്ട് പറയും, കണ്ടോടാ ഇത് നമ്മുടെ ഇന്ന മുതലാളിയുടെ അല്ലെങ്കിൽ ഇന്ന ജന്മിയുടെ പാടമാണ്. അതുപോലെയാണ് കാര്യസ്ഥനോട് ഒരു കാര്യമില്ല, കാര്യസ്ഥൻ കൂലി മേടിച്ചോണ്ട് വീട്ടിൽ പോവുകയുള്ളൂ. ഈ നെല്ല് മുഴുവൻ വിളയിപ്പിച്ചത് സാധാരണ കർഷക തൊഴിലാളികൾ കഷ്ടപ്പെട്ട വെയിലും മഴയും കൊണ്ട് ഞാറും നട്ട് ഇത് കൃഷി ചെയ്തുണ്ടാക്കിയിട്ട് അഭിമാനിക്കുന്നത് കാര്യസ്ഥൻ. ഈ കാര്യസ്ഥന്റെ മട്ടാണ് കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും രാഷ്ട്രീയക്കാർക്ക്. ഈ പാത ഇടിഞ്ഞ വാർത്ത വന്ന ദിവസം ഒരു കയ്യെ ചരട് കെട്ടി ഒരു കക്ഷി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടൻ കണ്ടോ നിങ്ങളുടെ പാത ഇടിഞ്ഞു? ഞാൻ പറഞ്ഞു, അതിന് കെട്ടിയ രാജിവെക്കണം എന്നല്ലേ നിങ്ങൾ പറയേണ്ടത്. ആ കക്ഷി ഇതുവരെ എന്നോട് പിന്നെ തിരിച്ച് ഫോൺ ചെയ്തിട്ടില്ല, അദ്ദേഹം പണി അവിടെ വരുമ്പോ അതാണ് അതിൻ്റെ അകത്തെ പ്രശ്നം. കാരണം അവര് പറഞ്ഞുപോയി, നേരത്തെ ഇത് ഞങ്ങളുടെ പാതയാണ് എന്ന് പറഞ്ഞിരുന്ന ആ അഭിമാനം അവര് വിസ്മരിച്ചിട്ട് ഇപ്പൊ അത് പിണറായി വിജയന്റെ പാതയായി. അല്ല, എനിക്ക് തോന്നുന്ന ഒരു തരത്തിൽ ഈ ദേശീയപാതയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായത് ഈ ഒരു വസ്തുത മുമ്പോട്ട് കൊണ്ടുവരാൻ നമ്മളെയൊക്കെ സഹായിക്കുന്ന ഒരു അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇത് ചെയ്യുന്നത് രാഷ്ട്ര നിർമ്മാണത്തിന്റെ പങ്കാണ്. രാഷ്ട്ര നിർമ്മാണം എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളുടെയും എല്ലാ ജനങ്ങളുടെയും എല്ലാ ഓഫീസേഴ്സിന്റെയും കർമ്മമാണെന്നും അതിൽ ആരും പ്രത്യേകിച്ച് അങ്ങനെ മേനി എടുക്കണ്ട എന്നുള്ളതാണ്. രാഷ്ട്ര നിർമ്മാണം എല്ലാവരുടെയും ചുമതലയാണ്. അപ്പൊ അതിന് അവസരം കിട്ടുമ്പോൾ അതങ്ങ് ചെയ്തു കൊടുത്താൽ മാത്രം പോരെ, അതിന് ക്രെഡിറ്റ് എടുക്കണോ? അത് ഇലക്ഷൻ സമയത്ത് രാഷ്ട്രീയം. അതിന് മറ്റൊരു ചർച്ചയ്ക്ക് നമ്മൾ ഇരിക്കേണ്ടി വരും. മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളിക്ക് ദേശീയതയോ രാഷ്ട്രഭാവനയോ വല്ലതും ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ട ചർച്ചയ്ക്ക് ഇരിക്കേണ്ടി വരും. കാരണം എല്ലാം സ്വതന്ത്ര രാഷ്ട്രങ്ങളാണ്. കേരളത്തിലെ ഒരു
എത്രയാണ് 3.5 കോടി ജനങ്ങൾ എന്ന് പറയുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് ഏറ്റവും ഇപ്പം ഇരിക്കുന്ന ഏറ്റവും സീനിയർ സിറ്റിസൺ വരെ ഉള്ളവരെല്ലാം ഓരോ സാമ്രാജ്യങ്ങളാണ്. ആ സാമ്രാജ്യങ്ങളെ ബാക്കിയുള്ളവർ അംഗീകരിച്ചോളാം. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എന്താണ് എങ്ങനെയായിരുന്നാലും കുഴപ്പമില്ല, ബാക്കിയുള്ളവരെല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. ബാക്കിയുള്ളവരെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓരോ മലയാളിയുടെയും. അതായത് 3.5 കോടിയില് ഒരാളൊഴിച്ച് ഇപ്പൊ സംസാരിക്കുന്ന ഞാനാണെങ്കിൽ ഞാൻ ഒഴിച്ച് ബാക്കിയുള്ള 3.5 കോടി ജനങ്ങളിൽ ഞാൻ ഒഴികെയുള്ളവരെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. എങ്ങനെ പെർഫെക്റ്റ് ആയിരിക്കണം? ഞാൻ വിചാരിക്കുന്ന പോലെ പെർഫെക്റ്റ് ആയിരിക്കണം. അതാണ് മലയാളിയുടെ ഒരു പ്രത്യേക മാനസികാവസ്ഥ. ഈ അവസ്ഥയുടെ ഭാഗമായിട്ട് ഇത് കുറച്ചു കാലം കൂടെ തുടരും. ഇത് അതിനാദ്യമായിട്ട് വേണ്ടത് എൻഗേജ്മെന്റ്. മലയാളിക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കുക. തൊഴിൽ എന്ന് പറയുന്നത് മറ്റേ ഇപ്പോഴത്തെ ലേബർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ CPM-ന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൺസെപ്റ്റിൽ പെടുന്ന പോലുള്ള ഒരു തൊഴിൽ എൻഗേജ്മെന്റ് ഉണ്ടാക്കി കൊടുക്കുക. മാത്രമല്ല ഇതുപോലെ ദേശീയപാത പോലെ എനിക്ക് തോന്നുന്ന കൂടുതൽ വലിയ പ്രൊജക്ടുകൾ വന്നു കഴിഞ്ഞാൽ ഇതിനെ പറ്റിയുള്ള ഇത്തരം കോൺട്രവേഴ്സികൾ മാറി അതൊരു സാധാരണ സംഭവമായി മാറുകയും അത് ധാരാളം മറന്ന് പുതിയ പ്രൊജക്ടിലേക്ക് പോവുകയും ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു ഈ ആലപ്പുഴ സെക്ടറില് ദേശീയപാതയുടെ പണി നടക്കുമ്പോൾ എന്താണ് പ്രാദേശിക തൊഴിലാളികൾ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ കമ്പനിയെ സമീപിച്ച ഒരു വ്യക്തി പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പൊ അവർ കമ്പനി പറഞ്ഞു പ്രാദേശിക തൊഴിലാളികൾ ഉൾപ്പെടുത്താൻ തയ്യാറാണ്, നിങ്ങൾ ലിസ്റ്റ് തരാൻ പറഞ്ഞു. അവര് 100 പേരുടെ ലിസ്റ്റ് കൊടുത്തു. 50 പേരെ പോയി ആദ്യത്തെ അറ്റൻഡൻസ് വെച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോ ഈ 50 പേരെ കാണാനില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല. ഈ ദേശീയപാതയില് പകലായി ചൂടുമൊക്കെ അടിച്ച് നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം വെറുതെ കറങ്ങി ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ ക്രിറ്റിസിസം അല്ലെങ്കിൽ ബാക്കിയുള്ള അന്യനെ വിമർശിക്കുന്ന ഈ പരിപാടിയുടെ മുഖ്യമായ കാരണം എന്ന് പറയുന്നത് ഈ മണി ഇൻഫ്ലോ. അതായത് കാര്യങ്ങൾ നടക്കാനുള്ള കാശ് കൈവരുന്നുണ്ട്. അതാണ് കേരളത്തിലെ ജനങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ മടിയന്മാരാക്കുന്ന ഒരു സംഗതി. പലതരം പെൻഷനുകളും റെമിറ്റൻസ്. പെൻഷൻ മാത്രമല്ല, പെൻഷനൊന്നും വേണ്ട, അല്ലാതെ തന്നെ എന്താണ് ഓരോ മലയാളിയും പറ്റിക്കപ്പെടാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. പറ്റിക്കാനായിട്ട് മറ്റൊരു മലയാളിയും കാണും. അപ്പൊ ഇങ്ങനെ ഈ പറ്റിയരും പറ്റിക്കപ്പെടലുമായിട്ട് ജനത്തിന്റെ കൈ കൂടെ കാശ് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. കാശുള്ളപ്പോ എന്തിനാണ് പണി ചെയ്യാൻ പോകുന്നത്? ഇതിന്റെ ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കുന്നത് പുതിയ തലമുറ, യുവതലമുറയാണ്. അതുകൊണ്ട് തന്നെ അവര് നാടുവിടുന്നതും അതുകൊണ്ട് തന്നെ ആയിരിക്കും. അവര് നാടുവിടുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഒരു കാര്യം, ഇപ്പം ഒരു ചായക്കട നമുക്ക് തുടങ്ങാനൊക്കത്തില്ല. ചായക്കട തുടങ്ങിക്കഴിഞ്ഞാൽ അനവധി ഇന്റർഫറൻസ് ആണ്. കാരണം 1000 ദോശ വിട്ട് കഴിഞ്ഞാൽ എങ്ങനായാലും മിനിമം 2000 രൂപ പോകത്തില്ല. അതിനുള്ള അധ്വാനം എന്ന് പറയുന്നത് 1000 തട്ട് ദോശ. പണ്ട് നമ്മള് തിരുവനന്തപുരത്തുണ്ടായിരുന്ന കാലത്ത് അതിൽ തട്ടുകടകൾ തുടങ്ങി വന്നത്. അവര് പലരും കോടീശ്വരന്മാരും ആയിട്ടുണ്ട്. ആ പണി ഇപ്പോഴത്തെ ആളുകൾക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ധാരാളം ഇന്റർഫറൻസ് ആണ് അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത്. അവര് ആ ഇന്റർഫറൻസിനെ മറികട അതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ പോകുന്നത്. അതായത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നൊക്കെ പറയുന്ന ആ സംഗതി ഈ തട്ടുകടയിൽ പോലും ഇപ്പൊ ഇല്ലാന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. നമുക്ക് അത് വേറെ ദിവസത്തെ ചർച്ചയിലേക്ക് മാറ്റാം. ഇപ്പൊ 20 മിനിറ്റ് ആയതുകൊണ്ട് അതായത് ഇന്നത്തെ ഈ ദേശീയപാത പ്രശ്നങ്ങളൊക്കെ ഒരു സാമൂഹ്യ പ്രശ്നമാണ്. അതായത് ഒരു സാമൂഹ്യ പ്രശ്നമാണ് എന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്നും ജന്മിത്വത്തിന്റെ പഴയ ഭാവനകൾ മാറിയിട്ടില്ല എന്നുകൂടെ പറയാം. അടി വരയിട്ട് പറയേണ്ട ഒരു സാധനമാണ് ഇപ്പോഴും ജന്മി കാര്യസ്ഥരും തൊഴിലാളികളും ഉള്ള ഒരവസ്ഥയിലാണ്. നമ്മുടെ മാനസികമായിട്ട് നമ്മൾ ഇപ്പോഴും നവോത്ഥാനത്തിന്റെ പുറകിലാണ് നിൽക്കുന്നത് എന്നതാണ്. നമ്മൾ ഓരോ ജന്മിയാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ.
അത് ഓരോ തമ്പുരാൻ, 6-ാം തമ്പുരാൻ എന്ന് പറഞ്ഞ പോലെ തമ്പുരാനുള്ള വാക്കൊക്കെ ഇപ്പൊ ചില പല കാര്യങ്ങളും പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്തതുകൊണ്ട് അത് പറഞ്ഞില്ല എന്നുള്ളത്. എന്ന എല്ലാ ബാക്കിയുള്ളവരും, ഞാനൊഴികെ ബാക്കിയുള്ളവരെല്ലാം, ചെറിയാച്ചൻ ഉൾപ്പെടെയുള്ളവരെന്നെ തമ്പ്രാന്ന് വിളിക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അങ്ങനെയാണ് ഈ 3.5 കോടി മലയാളികളുടെ ആഗ്രഹം. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാമൂഹ്യ പ്രതിഭാസത്തെ നമ്മൾ രാഷ്ട്രീയമായും മറ്റുള്ളതായും കാണേണ്ട കാര്യമില്ല എന്നുള്ള ഒരു സന്ദേശത്തോടു കൂടി നമ്മൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.